അഭിമുഖ പ്രക്രിയ LP, UP ഇൻ്റർവ്യൂകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ റിട്ടൺ ടെസ്റ്റിന് ശേഷം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ ഇൻ്റർവ്യൂ പ്രക്രിയയിൽ എന്താണ് അഭിമുഖം എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ എന്നുള്ളൊരു പ്രക്രിയ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തെല്ലാം ചോദ്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ ഒരു ഉദ്യോഗാർത്ഥി അധ്യാപക ജോലിക്ക് എത്രമാത്രം അനുയോജ്യമാണ് അല്ലെങ്കിൽ അനുയോജ്യയാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവർ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ചില ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഈ ഘട്ടങ്ങൾ ഏതെല്ലാം ആണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. അഭിമുഖ പ്രക്രിയയിൽ ഉദ്യോഗാർത്ഥി അധ്യാപക ജോലിക്ക് ഏതെല്ലാം വിധത്തിൽ ടെസ്റ്റ് ചെയ്താലാണ് ആ ഒരു കാൻഡിഡേറ്റ് അധ്യാപികയാകാൻ അല്ലെങ്കിൽ അധ്യാപകനാകാൻ കഴിവുള്ള വ്യക്തിയാണോ എന്ന് കണ്ടെത്തുന്നത്. ഇതിന് നമുക്കൊരു കുറച്ച് ഘട്ടങ്ങളായിട്ട്, ഒരു 8 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഈ 8 ഘട്ടങ്ങളിലൂടെയുള്ള ഇൻ്റർവ്യൂ നടത്തുന്ന പാനലിൻ്റെ ഒരു വിലയിരുത്തൽ, അതാണ് നമുക്ക് ഇൻ്റർവ്യൂയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇനീഷ്യേറ്റിംഗ് ദ ഇൻ്റർവ്യൂ എന്നുള്ളതാണ്. അതായത് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുക, അതാണ് അതിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഒരു PSC മെമ്പർ, അതിലൊരു ബോർഡ് മെമ്പർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തൂ എന്നുള്ളൊരു ചോദ്യം ഇൻ്റർവ്യൂകളിൽ ഇപ്പോൾ കഴിഞ്ഞ LP ഇൻ്റർവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60-70% കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയം ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അത് വളരെയധികം നീണ്ടൊന്നും പോവില്ല, പക്ഷെ ഒരു 1-2 മിനിറ്റിന് അവർ നിങ്ങളുടെ ഒരു സ്വയം പരിചയപ്പെടുത്താനുള്ള കഴിവിനെ, നിങ്ങളുടെ ഒരു സംസാര രീതിയെ, അതിനെയൊക്കെ വിലയിരുത്താനായിട്ട് അവർ ഈ ഒരു മാർഗം ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ബോർഡുമായിട്ടൊരു കണക്ഷൻ, പെട്ടെന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി പറയുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിനുണ്ട്. ബയോഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തിപരമായ ചോദ്യങ്ങളായിരിക്കും ഇതിനെ തുടർന്ന് നിങ്ങളോട് ചോദിക്കുക. നെക്സ്റ്റ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കാൻഡിഡേറ്റിൻ്റെ ഒരു സ്യൂട്ടബിലിറ്റി ഫോർ ദ പോസ്റ്റ്. എത്രത്തോളം ആ ഒരു വ്യക്തി പ്രാപ്തയാണ് അല്ലെങ്കിൽ പ്രാപ്തനാണ് ഒരു ടീച്ചിങ് ജോബിന് എന്നറിയാനാണ് രണ്ടാം ഘട്ടത്തിലൂടെ ഈ ഒരു ഇൻ്റർവ്യൂ പാനൽ ചെക്ക് ചെയ്യുന്നത്. അധ്യാപനവുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഇതിനെ തുടർന്ന് ഉണ്ടാകും. നമുക്കറിയാം, അധ്യാപനം എന്നുള്ളൊരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. അത് ചിലപ്പോൾ കറണ്ട് അഫെയർ ആയിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഇൻ്റർവ്യൂ ബോർഡിലെ വിദ്യാഭ്യാസ വിദഗ്ധനായിരിക്കും മിക്കപ്പോഴും ഇത് സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാൻ സാധ്യത. അധ്യാപക വൃത്തി തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒരു നല്ല അധ്യാപനം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം അവർ ചോദിക്കുക. അതല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അധ്യാപകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കറൻ്റായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ ആ ഒരു ഇഷ്യൂവിനെ വിലയിരുത്തുന്നു, നിങ്ങളുടെ അഭിപ്രായം, ഇതെല്ലാം ഈ ഒരു സെക്ഷനിൽ വരാവുന്ന ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ, കാൻഡിഡേറ്റിൻ്റെ നോളേജ്, ആ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച നോളേജ്. LP-UP ആകുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളിൽ നിന്നും ചോദ്യങ്ങൾ കാണാം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റ് എക്സ്പേർട്സ് ആയിരിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുക. അത് നിങ്ങൾ പഠിച്ച ഡിഗ്രി വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പ്ലസ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതുപോലെ ഫിലോസഫി, എഡ്യൂക്കേഷണൽ ടെക്നോളജി, പെഡഗോജി, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IT റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, എല്ലാം എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്തായിരിക്കും ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച ഭാഗങ്ങൾ, നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ചു നോക്കി പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു 4ാമത്തെ ഘട്ടം എന്ന് പറയാവുന്നത് ഒരു കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റീസ് ഒന്ന് പരിശോധിക്കുന്ന ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് മിക്കപ്പോഴും സൈക്കോളജിസ്റ്റ് ആയിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അറിവിനോടൊപ്പം തന്നെ തിരിച്ചറിവും വിവരത്തോടൊപ്പം ആ ഒരു ടീച്ചർക്ക് വകതിരിവും ഉണ്ടോ എന്നുള്ളൊരു അളക്കലാണ് ഇത്തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ അവർ വിലയിരുത്തുന്നത്. പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ലീഡർഷിപ്പ് ക്വാളിറ്റി, മെൻ്റൽ അലർട്ട്നെസ്, കോൺഫിഡൻസ് ലെവൽ, ഇതെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കപ്പെടും. 2 or 3 ഇൻ്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ഉള്ളവർ ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ 4 or 5 വേണമെന്നില്ല, 2 ആയാലും 3 ആയാലും ഇത്തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എല്ലാ തരത്തിലും ഉള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നിങ്ങൾ വിചാരിക്കും 2 പേരേ ഉള്ളൂ, ഇത്തരത്തിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിലും ഇത്തരത്തിലുള്ള ഓരോ ഘട്ടങ്ങളും അളക്കാൻ ഉതകും വിധമുള്ള ചോദ്യങ്ങളാണ് അവർ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവുക. അടുത്ത ഒരു ഘട്ടം 5ാമത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. അത് കറണ്ട് എഡ്യൂക്കേഷൻ സിനാരിയോ പദ്ധതികൾ, എഡ്യൂക്കേഷൻ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, കേരള സർക്കാരിൻ്റെ പദ്ധതികൾ, ഇതെല്ലാം തന്നെ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഘടന, അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, നവകേരള മിഷൻ, പ്രിസം, കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ഇപ്പോഴുള്ള വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ, അതുപോലെ പാഠ്യപദ്ധതി പരിഷ്കരണം, പാഠപുസ്തക പരിഷ്കരണം, അതൊക്കെ ഇപ്പോൾ നടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചോദിക്കാവുന്നതാണ്. ചോദിച്ച് നമ്മൾ കണ്ടതാണ്, LP ഇൻ്റർവ്യൂകളിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഉറപ്പോടുകൂടി പറയുന്ന ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന്. അടുത്തത് അനലൈസിങ് കാൻഡിഡേറ്റ്സ് വ്യൂ പോയിന്റ്സ്. പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺസെപ്റ്റ് ഇത് ആദ്യം തന്നെ ചോദിക്കാം കേട്ടോ. പലരോടും ഇത്തരത്തിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ പൗരത്വ ഭേദഗതി നിയമം, ദേശീയ വിദ്യാഭ്യാസ നിയമം, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ആദ്യം തന്നെ, അതായത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ LP ഇൻ്റർവ്യൂകളിൽ ഒരുപാട് പേരോട് ചോദിച്ചിരുന്നു. ആദ്യത്തെ ചോദ്യം തന്നെ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിരുന്നത്. അതിൽ അവരുടെ അഭിപ്രായം, ഓരോ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തി അവർ പറയും എന്താണ് സംഭവം എന്നുള്ളത് പറയും. അതിൽ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ, ടീച്ചർ ആകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ അഭിപ്രായമാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലാ തരത്തിലുള്ള കമ്മിറ്റി റിപ്പോർട്ടുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക. തുടർന്ന് ഇതേ സെക്ഷനിൽ ചോദിക്കാവുന്ന കാര്യങ്ങളാണ് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും. കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അറിഞ്ഞു കാണും. LP ഇൻ്റർവ്യൂവിനൊക്കെ സുനിത വില്യംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു ദിവസം മുഴുവൻ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാ ഇൻ്റർവ്യൂ കാൻഡിഡേറ്റ്സിനും ചോദ്യം വന്നിരുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് അന്നേ ദിവസത്തെ, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന അന്നേ ദിവസത്തെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 7ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവിങ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്. അത് കഴിഞ്ഞ LP ഇൻ്റർവ്യൂവിന് ഉണ്ടാകാതിരുന്ന കാര്യമാണ്. പക്ഷേ അവരോട് ചോദിച്ചെന്താണ്, ഒരു ടോപ്പിക്ക് കൊടുത്ത് ഇത് നിങ്ങൾ എങ്ങനെ ക്ലാസ്സിൽ അവതരിപ്പിക്കും, അതല്ല എങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊരു ഇൻട്രോ, ക്ലാസ്സിൽ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന നിലയിൽ എന്താണ് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് ചോദിച്ചിരുന്നു. പക്ഷെ ക്ലാസ് എടുപ്പിച്ചിരുന്നില്ല. എണീപ്പിച്ച് നിന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പറയുന്ന പോലെയുള്ളൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി UPക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 5 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ
സബ്ജക്റ്റ്, എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഓരോ ക്ലാസ് ഒരുങ്ങിയിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. LP ക്ലാസ്സിലാകുമ്പോൾ 1 തൊട്ട് 4 വരെയാണ് സാധാരണയായിട്ട് നമ്മൾ പറയാറ്. അതുപോലെ തന്നെ HST ഇൻ്റർവ്യൂ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റുകൾ, അതുപോലെ 8, 9, 10 ക്ലാസ്സുകൾ ടെക്സ്റ്റിലെ ക്ലാസ് ബേസ് ചെയ്തായിരിക്കണം ഒരുങ്ങിയിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അറിയാലോ, ഇൻ്റർവ്യൂ ബോർഡ് കുട്ടികളായിട്ട് നമ്മൾ കരുതുക, എന്നിട്ട് ക്ലാസ് എടുക്കുക. അതാണ് നമുക്ക് ഇൻ്റർവ്യൂ ഡെമോ ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞു, നമുക്ക് കാൻഡിഡേറ്റ്സ് കൂടുതലാണെങ്കിൽ, ലിസ്റ്റൊക്കെ ഒരു അല്പം വലിയ ലിസ്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സമയക്കുറവ് കൊണ്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കാനായിട്ട് സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഏത് ഭാഗത്തെ പറ്റിയിട്ടും ചോദ്യം ചോദിക്കാം. അതായത് ഇന്നൊരു ടോപ്പിക്കാണെങ്കിൽ നിങ്ങളിതിനെ ഇൻട്രോ എങ്ങനെ ചെയ്യാം എന്ന് ആണ് LP ക്ലാസ്സിലെ കുട്ടികളോട്, അതായത് ടീച്ചേഴ്സിനോട്, കാൻഡിഡേറ്റ്സിനോട് ചോദിച്ചത്. നമ്മളോട് ഒരു സബ്ജക്റ്റ് തന്ന് നിങ്ങൾ ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഒരു ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ് എടുക്കാം. അതേസമയം നമ്മളോട് പറയാണ്, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻട്രോ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും ക്ലാസ് എടുത്ത് കാണിച്ചു കൊടുക്കണം. ക്ലാസ് എടുക്കണം എന്നില്ല, പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ അറിയണം. അപ്പോൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മളോട് ഇപ്പോൾ ഈ LPയിൽ ചോദിച്ച പോലെയുള്ള സംഭവങ്ങളാണ്. ക്ലാസ് എടുക്കാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ക്ലാസ് എടുക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാത്സ് സബ്ജക്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയ ആ മാത്സ് ടോപ്പിക്ക് നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നി. പക്ഷെ എല്ലാവരോടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. ഒരു 50% ആളുകളോടാണ് ഇങ്ങനെ ക്ലാസ് എങ്ങനെയാണ് ഇൻട്രോ നിങ്ങൾ എടുക്കുക എന്നുള്ളൊരു ചോദ്യം വന്നത്. ബാക്കി 50% ഓഫ് കാൻഡിഡേറ്റ്സിനോട് ഇത്തരത്തിലുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എന്നുള്ളൊരു സെക്ഷൻ തന്നെ ഇല്ലാണ്ടാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞത്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഫോർമാറ്റ് ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം, അതുപോലെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. വളരെ ചുരുക്കി നമ്മുടെ ഇൻട്രോ ആക്ടിവിറ്റി വളരെ രസകരമായിട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങി വേണം നമ്മൾ പോകാൻ. ഇൻ്റർവ്യൂവിന് മികച്ചൊരു ഇംപ്രഷൻ അവരിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു ഘട്ടത്തിന് നമുക്ക് കഴിയും. ലാസ്റ്റ് 8th ഘട്ടം എന്ന് പറയുന്നത് കൺക്ലൂഷനാണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് വിലയിരുത്തും. ഓരോരുത്തരുടെയും പ്രത്യേകം മാർക്ക് അവരുടെ മനസ്സിലുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പറയും, അതിനുശേഷം അവരപ്പോൾ തന്നെ മാർക്കിട്ട് കഴിഞ്ഞിരിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ടായിരിക്കണം പുറത്തേക്ക് പോകുന്നത്. ഇതാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നൊരു 8 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ ഈ ഘട്ടങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മളെങ്ങനെ ഉത്തരം പറയണം എന്നുള്ളത് നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടങ്ങൾ അറിഞ്ഞു വെച്ച് ഈ ഓരോ ഘട്ടത്തിലെയും നമ്മളോട് ചോദ്യങ്ങൾ വന്നാൽ അതിന് ഉത്തരം പറയാനായിട്ട് പ്രാപ്തനാകും വിധമുള്ള ഒരു ഒരുക്കമായിരിക്കണം ഇനി UP ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഓരോ കാൻഡിഡേറ്റ്സും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു ഇൻ്റർവ്യൂ ആയിരിക്കട്ടെ നിങ്ങളുടേത് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.